ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മളിന്നൊരു സൺഡേ വ്ളോഗായിട്ട് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പം നമ്മളിന്ന് ജസ്റ്റ് ഗൂഡല്ലൂർ വരെ ഒന്ന് പോകുന്നുണ്ട്. നമ്മുടെ സ്ഥലത്ത് കുറച്ച് കൃഷി പിന്നെ കാപ്പിക്കുരുമൊക്കെ പറിക്കാനുണ്ട്. അപ്പം നമ്മൾ അതും കുറച്ച് അതിൻ്റെതായ വീഡിയോസും ഒരു സൺഡേ വ്ളോഗ് വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കേ. അപ്പം നമ്മൾ കുറേ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മളൊരു 8 മണിക്കാട്ടോ ഇറങ്ങിയത്. അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണിത്. ഇവിടെ ഇനിയിപ്പോൾ അടുത്ത മാസം ജനുവരിയിൽ നല്ല ഗംഭീര പരിപാടിയൊക്കെ ഉണ്ടാവാൻ പോണത്. പിന്നെ അങ്ങനെ ഇതാ നേരെ നമ്മളെ കവാടം, അതായത് നമ്മുടെ നിലമ്പൂർ കോവിലും കവാടമാണ്. പിന്നെ ഇതാ നമ്മുടെ തേക്ക് മ്യൂസിയമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അടിച്ചു മിന്നി പോവുകയാണ്. നല്ല തണുപ്പാണ് കേട്ടോ. 8 മണി ആയാലും വെയിലൊന്നുമില്ല, പക്ഷേ തണുത്തിട്ട് ഒരു രക്ഷയില്ല. രാവിലെ എവിടെയും തിരക്കൊന്നുമില്ല. പക്ഷേ പിന്നെ ഇറച്ചി വാങ്ങാൻ മാത്രം ആൾക്കാരുണ്ട്. ബാക്കി എവിടെയും ആളുകളൊന്നുമില്ല, കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഇതാ എൻ്റെ സ്വന്തം നാടായ ചുങ്കത്തറെത്തി. ഞാൻ പഠിച്ച സ്കൂളാണ് കേട്ടോ. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് കാണുന്നത്. പിന്നെ ഇതാ നമ്മൾ എണ്ണ അടിക്കാനൊക്കെ കയറി. വഴിക്കടവ് കഴിഞ്ഞാൽ പിന്നെ ചുരമാണ്. അപ്പോൾ പിന്നെ അവിടെ പമ്പുകളൊന്നുമില്ല. അപ്പോൾ കുറച്ച് എണ്ണയൊക്കെ അടിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ വേഗം കയറിയതൊരു ഹോട്ടലിലാണ് കേട്ടോ. വഴിക്കടവുള്ള സാഗർ ഹോട്ടലിലാണ്. അവിടെ അതിൻ്റെ ബാക്ക് വശം കാണാൻ നല്ല അടിപൊളിയാണ്. അതുപോലെ നല്ല പുഴയൊക്കെയാണ്. ചെറിയ തോടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിറച്ച് താറാവൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പോൾ കണ്ടില്ല. പിന്നെ നമ്മൾ പൊറോട്ടയും ലിവർ കറിയാണ് വാങ്ങിയത്. ബീഫിൻ്റെ ലിവറാട്ടോ. ഞാനങ്ങനെ ലിവർ കഴിക്കാറില്ല. പക്ഷേ ഈ ഹോട്ടലത്തെ ലിവർ കറി ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് പച്ചക്കുരുമുളകൊക്കെ അരച്ചിട്ട് അപാര ടേസ്റ്റാണ്. അതുപോലെ തന്നെ പൊറോട്ട ഞാൻ കഴിക്കുമ്പോൾ സാധാരണ ആദ്യം തന്നെ പിച്ചി കീറിയിട്ടിട്ടാട്ടോ കഴിക്കുക. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതിങ്ങനെ കീറി വരുന്നുണ്ട്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നമ്മൾ 2 കാപ്പിയും വാങ്ങി, അതുപോലെ പൊറോട്ടയും ബീഫും കഴിച്ച് നമ്മൾ നേരെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോഴേക്കും ഞാൻ ബാത്റൂമിലൊന്ന് കയറി. അപ്പോൾ കൈ ജസ്റ്റ് ആ കുറ്റിയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് മുറിഞ്ഞു. അങ്ങനെ ചെറിയൊരു പണി കിട്ടി. അപ്പോൾ ഇതാ നമ്മൾ ചുരം കയറാൻ തുടങ്ങി. വെയിലുണ്ടെങ്കിലും തണുപ്പ് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. തണുത്ത് വിറക്കിയായിരുന്നു. നല്ല തണുപ്പാണ്. ഓൾറെഡി ഇപ്പം നമ്മുടെ കേരളത്തിലും തണുപ്പായതുകൊണ്ട് അങ്ങോട്ട് കയറുമ്പോൾ നല്ല തണുപ്പാണ്. അവിടെ എപ്പോഴും തണുപ്പാണ്. പക്ഷേ ഇപ്പോൾ ഈ തണുപ്പ് സീസൺ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. വെയിലൊക്കെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു മെല്ലെ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തണുക്കില്ലല്ലോ. നമുക്ക് കുറച്ച് നേരം ചൂട് കിട്ടും. പിന്നെ ഇതിൽ വഴി വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് വരണം. നല്ല അടിപൊളി, കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈ ക്യാമറയിൽ പിടിക്കുമ്പോൾ ഫുള്ള് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പം അതായത് ഊട്ടിക്കും മൈസൂർക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവരൊക്കെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടതാട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരുപാട് പേര് അങ്ങനെ റോഡ് സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ഉള്ളവരെല്ലാവരും ഇതുപോലെ എപ്പോഴും ഗൂഡല്ലൂർ, ഊട്ടി അങ്ങനെയൊക്കെ പോകുന്നതാണ്. ഇതുവഴി പോകാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇതിലൊന്ന് പോയി നോക്കണം. കുഞ്ഞുമക്കളെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് അവർക്കൊക്കെ ഭക്ഷണം വാരി കൊടുക്കുക കേട്ടോ രാവിലെ അവരമ്മമാർ. സാധാരണ ഈ സമയത്ത് പോകുമ്പോൾ നന്നായിട്ട് കുരങ്ങന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കണം കാണാം. പക്ഷേ ഇന്ന് തണുപ്പായതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല, ആരും കാണാനുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ തിരിച്ചു വരുമ്പം ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ നല്ല തിരക്കുണ്ട്. എല്ലാവരും പിന്നെ വെക്കേഷനും ഒക്കെ അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഇത് അയ്യപ്പന്മാർ നടന്ന് മല ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസും വെക്കേഷനും ഒക്കെ ആയതുകൊണ്ട് നന്നായിട്ട് വണ്ടികൾ മുകളിലേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. നമ്മൾ ബൈക്കായതുകൊണ്ട്, സ്കൂട്ടി ആയതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളും തിരക്കിലൊന്നും പെടില്ല. നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പോകാൻ പറ്റുമല്ലോ. നാടുകാണി എത്തുന്നതിന് മുന്നേ എന്തോ ടോൾ ഉണ്ട്. അതുകൊണ്ട് അവിടെ നന്നായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് വണ്ടികൾ ഇതുപോലെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയും ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്താണ് കേട്ടോ നമ്മൾ 2 വീലറിൻ്റെ ഗുണം മനസ്സിലാക്കുക. നമുക്ക് 2 വീലർ ആണെങ്കിൽ എത്ര പെട്ടെന്ന് നമുക്ക് എത്താം. പക്ഷെ നമുക്ക് 4 വീലർ ആണെങ്കിൽ ഒരു രക്ഷയില്ല. ഇതാ കണ്ടില്ലേ, ഈ കിടക്കുന്ന കണ്ടില്ലേ, ഒരുപാട് ദൂരത്തുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ദൂരത്തോളം ഇതുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ നന്നായിട്ട് സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത്. ഈ ടോൾ പിരിക്കുന്നതുകൊണ്ട് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്ത് പൈസ കൊടുത്ത് നിൽക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരുപാട് ദൂരത്തോളം ഇതുപോലെ വണ്ടികൾ ഇങ്ങനെ സ്ലോ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. വലിയ ബസ്സും കാറും ജീപ്പും അതേപോലെ ലോഡും വണ്ടികളും എല്ലാം ഉണ്ടായിരുന്നു. വലിയ വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിടുമ്പോൾ നമ്മൾ ഈ ചെറിയ വണ്ടിക്കാർ നമ്മൾ സുഖമായിട്ട് പോകുന്നത് കാണും. അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ ഒരു രസം, വണ്ടികൾ ഒരുപാട് ദൂരത്തോളം ഞാൻ കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ അങ്ങ് എത്തിയിട്ടാണ് ഞാൻ ഇതേപോലെ ബ്ലോക്ക് കണ്ടപ്പോൾ രസം തോന്നി വെറുതെ ഒന്ന് പിടിച്ചതാണ്. ഇതിലും കൂടുതലായിരുന്നു കേട്ടോ. നമ്മൾ മിക്കവാറും ആഴ്ചകളിൽ എല്ലാ സൺഡേകളും പോയിട്ടുണ്ടായിരുന്നു. എല്ലാ സൺഡേകളും പോകുമായിരുന്നു കേട്ടോ ഗൂഡല്ലൂർ. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 2-3 ആഴ്ചയായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ കാപ്പിക്കുരുവൊക്കെ കുരങ്ങന്മാരൊക്കെ കയറിയിട്ട് ഫുള്ള് തിന്ന് അതിൻ്റെ തോല് മാത്രം കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ തുപ്പിക്കളയും. പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും പോയിട്ടൊന്ന് കുരുമുളകൊക്കെ പറിക്കണം. കുരുമുളകല്ല, കാപ്പിക്കുരുവൊക്കെ പറിക്കണം എന്നുള്ള ചിന്തയിലാണ് പോകുന്നത്. പക്ഷേ ഉണ്ടാവില്ല, ഒക്കെ പിന്നെ കുരങ്ങന്മാർ നശിപ്പിച്ചിട്ടുണ്ടാവും എന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് കാണാൻ സംഭവം എന്താണെന്ന് വെച്ചാൽ
പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ മലകളും അതേപോലെ തേയിലച്ചെടികളും ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ചെമ്പാല ഇത് ഫാക്ടറിയാണ് കേട്ടോ, നമ്മളിവിടെ തേയില ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അപ്പോൾ അതിൻ്റെ ഇത് കൂടി കേട്ടോ നമ്മുടെ സ്ഥലത്തേക്ക് പോവുക. ഇവിടെ തേയിലയ്ക്കൊക്കെ നല്ല, അതായത് ഒരു പാക്കറ്റ് ചായപ്പൊടിക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതിനെക്കാട്ടിലും റേറ്റ് വളരെ കുറവായിരിക്കും കേട്ടോ. നമ്മളങ്ങനെ കൂടുതലും കാപ്പിയാണ് കുടിക്കുന്നത്, അതുകൊണ്ട് അധികം ചായപ്പൊടി വാങ്ങാറില്ല. നല്ല നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പും. എന്നാൽ ചൂടുണ്ട്, വെയിലുണ്ടെങ്കിലും നമുക്ക് ചൂട് അറിയേയില്ല. നല്ലൊരു തണുപ്പാണ്, നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഇവിടെ. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലൊക്കെ ഫുള്ള് ഇതേപോലെ ചെടികളാണ്, നല്ല ഭംഗിയാണ് ചെടി. നമുക്ക് ഇത് എത്ര നമ്മളിതിൻ്റെ വിത്തോ കമ്പോ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ കേരളത്തിൽ നട്ടാലും ശരി, നമുക്കത് പൂക്കൾ ഇത്ര ഭംഗിയിലുണ്ടാവില്ല. അപ്പോൾ എല്ലാ വീടിൻ്റെ മുൻമറത്തും ഇതേപോലെ ഉണ്ടാവും കേട്ടോ, നല്ല രസമാണ്. അതുപോലെ ഈ റോഡ്, ഈ സൈഡിൽ റോഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ എല്ലായിടത്തും നല്ല കവുങ്ങും ഒക്കെ നട്ട് നല്ല കൃഷിക്കാരാണ് എല്ലാവരും. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഇതാ കാപ്പിക്കുരു ഒക്കെ ഉണ്ട്, ഇതൊക്കെ പറിച്ചെടുക്കണം. എൻ്റെ കൈയും ജസ്റ്റ് മുറിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് ഇത് പറിക്കൽ ടാസ്ക്കാണ്. അത് മാത്രമല്ല നമുക്ക് 6 മണിക്ക് മുന്നേ നമുക്കിവിടെ വീട്ടിലെത്തും വേണം, കാരണം നമ്മൾ സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് മാർക്കോയ്ക്ക് വേണ്ടിയിട്ട്. അതിലേറെ ഡേഞ്ചറാണ് നമുക്കിവിടെ, അട്ട കടിക്കുമെന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഉടുപ്പൊക്കെ പൊക്കിയോടെ ഇങ്ങനെ നിന്നു കേട്ടോ. പക്ഷേ അറിയില്ല, അതാ ഒരു അട്ട കയറി, കണ്ടില്ലേ. എനിക്ക് അട്ട കടിച്ച പേടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞാലും എനിക്കത് ഭയങ്കര ഒരു കടിക്കുന്ന കാണുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ ചേട്ടൻ ഏതായാലും സോപ്പിട്ട് നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡെറ്റോൾ തേച്ച് തന്നു. അപ്പോഴേക്കും എൻ്റെ കാലിൽ നിന്ന് പിന്നെയും ഒരു അട്ട ഉണ്ടായിരുന്നു കേട്ടോ, അത് താഴെ ചാടിയതാണ്. അപ്പോൾ ചേട്ടൻ അത് കാലും കൊണ്ട് ഉരച്ചന് കൊന്നു. പക്ഷേ അട്ട കയറിയാൽ ഞാൻ കിടന്ന് അലറും. പക്ഷെ ഞാൻ കുറേ ഇല്ല എന്നൊക്കെ പറഞ്ഞു, ഞാൻ പറിക്കാനൊന്നും ഇല്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞപ്പോൾ എന്നെ സമ്മതിച്ചില്ല. ഇനി അട്ട കയറില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ സത്യം കേട്ടോ, നമ്മൾ ആ ഡെറ്റോളം തേച്ചുകൊണ്ട് ആകെ 1-2 അട്ട ഉണ്ടായിരുന്നുള്ളൂ, കയറിയൊന്നുമില്ല. അപ്പം ഞാൻ അതേപോലെ ഇങ്ങനെ പുറകുവശത്ത് കൂടെ നിന്ന് പോയപ്പോൾ അത് അപ്പുറത്തെ വീട്ടിലത്തെ വാനിലയാണ് കേട്ടോ ഈ കായ്ച്ച് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ പോയാൽ ഒരുപാട് കൃഷികളാണ് കേട്ടോ, നല്ലപ്പോൾ കാണാത്ത തരം കൃഷികളൊക്കെ, നല്ല രസമാണ് കാണാനൊക്കെ. അപ്പോൾ അത് തൊട്ടടുത്തൊരു അമ്മയും അച്ഛനും കൂടി പശുവിന് പുല്ലൊക്കെ അരിയുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ അവിടെ പോയി വർത്താനം പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്തായാലും കാപ്പിക്കുരു പറിക്കാൻ ആരംഭിച്ചു. കാപ്പിക്കുരു ഉണ്ടാവില്ല, പിന്നെ ഒക്കെ കുരങ്ങന്മാർ കൊണ്ടുപോയിട്ടുണ്ടാവും എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ പോയത്. അതുകൊണ്ട് വേറെ ഡ്രസ്സൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഇട്ട ഡ്രസ്സോട് കൂടി തന്നെ കാപ്പിക്കുരു പറിക്കാനുള്ള പരിപാടി ആരംഭിച്ചു. ഒരു കാപ്പിയിൽ മാത്രം ഫുള്ള് പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ, അതിലാണ് കുരങ്ങന്മാർ തിന്ന് കളഞ്ഞത്. പിന്നെ ഇതാ താഴെയൊക്കെ കണ്ടില്ലേ, ഇതുപോലെ കാപ്പി കുറച്ച് പഴുത്തു കുറച്ച് പച്ചയാണ്. പക്ഷെ എന്നാലും നമ്മൾ പഴുത്തത് മൊത്തം പറിച്ചെടുത്തു, കാരണം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെയും ബാക്കി കുരങ്ങന്മാരൊക്കെ കൊണ്ടുപോകും. ഇത് കണ്ടില്ലേ, ഇതൊന്നും അതേപോലെ പഴുത്തിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഫെബ്രുവരി ഒക്കെ ആവും കേട്ടോ അത് പഴുത്ത് വരാൻ വേണ്ടിയിട്ട്. നമ്മളിതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മൊത്തം കാവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാപ്പിക്കുരു പറക്കൽ കഴിഞ്ഞു. പിന്നത്തെ ടാസ്ക് ഇതാ നല്ല കാന്താരിയാണ് കേട്ടോ, ഇത് പറക്കലാണ് ടാസ്ക്. അത്യാവശ്യം കാന്താരി ഉണ്ട്, ഒരൊറ്റ മുളകേ ഉള്ളൂ, പക്ഷേ അതിൽ നല്ലോണം കാന്താരി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറിച്ചിതാ കണ്ടില്ലേ, വേറെ കവറൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ എൻ്റെ ഉടുപ്പിൽ തന്നെ അതൊക്കെ പറിച്ചിട്ടു. പിന്നെ നമുക്ക് കൂടുതലൊരു മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേക തരം മുളക് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ദോശയ്ക്ക് ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ ഇത് കൂട്ടി അരച്ച ആ ടേസ്റ്റ്, ഒരു നെയ്യിൻ്റെ ടേസ്റ്റ്, നെയ്യ് മുളക് എന്ന് ഞങ്ങളിവിടെ പറയാറ് കേട്ടോ. നമ്മളതിൻ്റെ വിത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഏട്ടൻ കാണാതെ കുറച്ച് പച്ചക്കുരുമുളകും കൂടെ അതിൻ്റെ ഇടയിൽ പറിച്ചിട്ടു. മത്തിയൊക്കെ നല്ല പച്ചക്കുരുമുളക് അരച്ച് വറുത്ത അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ പറിച്ച് വെച്ച് കുറച്ച് സപ്പോട്ട ഉണ്ടായിരുന്നു. അപ്പോൾ അതും പറിച്ച് നമ്മൾ നേരെ ഗൂഡല്ലൂർ ടൗണിലേക്ക് പോവാം കേട്ടോ. അപ്പോഴേക്കും സമയം ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഫുഡ്, വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പൊറോട്ട കഴിച്ചുകൊണ്ട്, എന്നാലും എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഗൂഡല്ലൂർ ടൗണിൽ തന്നെയുള്ളൊരു ഹോട്ടൽ തപ്പി പോയി. അതിനുശേഷം നമുക്ക് പിന്നെ അവിടെ തന്നെയുള്ള കുറച്ചും കൂടി പോകണം, തുറപ്പള്ളി എന്ന സ്ഥലത്തുള്ളൊരു ഫാമുണ്ട് കേട്ടോ. അവിടെ മുട്ടയും ഇറച്ചിയൊക്കെ കിട്ടുന്ന ഒരു ഫാമാണ്. നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു ഹോട്ടലിൽ കയറി. അവിടെ നമ്മുടെ TV-യിൽ നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ചേച്ചി. ആ വീട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴേക്കും തൊട്ടപ്പുറത്ത് നല്ലൊരു അടിപൊളി അക്വേറിയം, ഇതൊക്കെ ഈ ഹോട്ടലിൽ സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോഴേക്കും ഞാൻ എന്തായാലും ഒരു ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്തു. ഏട്ടന് വിശക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒരു പൊറോട്ട വാങ്ങി കഴിച്ചു കേട്ടോ. എനിക്ക് പാത്രം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഏട്ടന് പറഞ്ഞ നല്ല രസമുണ്ടല്ലേ, ഒരാളെങ്കിലൊക്കെ വരുമ്പോൾ കൊടുക്കാനൊക്കെ എല്ലാം അതിലിട്ട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ സംസാരിച്ച് നേരെ ഫാമിലേക്ക് പോയി. ഇവിടുത്തെ റോഡ് ഭയങ്കര മോശം കേട്ടോ. ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്, കണ്ടില്ലേ, ഫെൻസിലിങ്ങൊക്കെ ഇട്ട് ആനയൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് നല്ല ഹൈറ്റിലാട്ടോ ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ റോഡായതുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്നതെന്ന് തോന്നുന്നു. ആ ഫാമുകാരെ റോഡാണെങ്കിൽ അവർ സെറ്റാക്കും. ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നവരാട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. ക്രിസ്മസ് ആകുമ്പം അവരൊക്കെ അവിടെ ഉള്ളവരൊക്കെ ഇവിടെ പോയിട്ടാണ് ഇറച്ചിയൊക്കെ വാങ്ങുന്നത്. പന്നിയും ബീഫും അതുപോലെ ചിക്കൻ, മുട്ടക്കോഴി എല്ലാം നല്ല സെറ്റായിട്ട് കിട്ടും. അതേപോലെ മുട്ടയ്ക്ക് നമുക്ക് നമ്മുടെ ഇവിടെയൊക്കെ 7 രൂപയൊക്കെ കൊടുക്കണം, പക്ഷേ അവിടെ നല്ല വലിയ മുട്ട കിട്ടും, 5.50 അങ്ങനെ എങ്ങാണ്ടേ ഉള്ളൂ റേറ്റ്. അപ്പം നമ്മൾ മുട്ട വാങ്ങാമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത്.
ഇപ്പോൾ ഇവിടെയൊക്കെ കൃഷിയൊക്കെ ഉള്ളത് ക്യാബേജാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇത്രയോ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടെയും ഫുള്ള് ഈ ഏലവും ഇതൊക്കെ കൃഷിയാണ്. കണ്ടില്ലേ പൂക്കൾ നോക്കെ എന്തോ ഒരു ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. ഇവർക്ക് തന്നെ ഇതേപോലെ തന്നെ ഒരു ഗാർഡൻ തന്നെ ഉണ്ട് പൂക്കളുടെ കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് എടുത്തതാണ്. കണ്ടില്ലേ, ഇതാണ് ആ ഫാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നല്ല ഫ്രഷ് മീറ്റും എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് അതുപോലെ ചിക്കനൊക്കെ നല്ല ഫ്രഷ് ചിക്കനാണേ. അതേപോലെ നമ്മൾ മുട്ടക്കോഴിയൊക്കെ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന പോലെയല്ല, നല്ല ഇറച്ചിയുള്ള മുട്ടക്കോഴി തന്നെ കിട്ടും. അപ്പോൾ ഒരു ഫാമിലി ഇതേപോലെ ക്രിസ്മസിന് ജീവനോടെ നമ്മുടെ ബ്രോയിലർ ചിക്കനെ കൊണ്ടുപോകുക കേട്ടോ. അതൊക്കെ നമ്മൾ മുട്ടയൊക്കെ വാങ്ങി സെറ്റായി ഇതാക്കണ്ടല്ലേ. അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഏട്ടൻ പറഞ്ഞു നമുക്ക് ഇവിടെ പോയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്താലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ആ പൂവൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂക്കളൊക്കെ കാണാൻ. ഇത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് റോസ് ഗാർഡനൊക്കെ ഉണ്ട്, പലതരം കളറുള്ള റോസൊക്കെ അവിടെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളേതായാലും പൂവിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ പോന്നു. ഞങ്ങൾ മീറ്റൊന്നും വാങ്ങിയില്ല, മുട്ട മാത്രമേ വാങ്ങിയുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഗൂഡല്ലൂർ, അവിടുന്ന് നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ വെജിറ്റബിൾസൊന്നും വാങ്ങിയില്ല. നമ്മൾ നല്ല വലിയ വെളുത്തുള്ളി കണ്ടു, അത് വാങ്ങി. അതുപോലെ കുറച്ച് ഉണക്കമീനും വാങ്ങി. പിന്നെ ഒരു പേരയ്ക്കും വാങ്ങി കേട്ടോ, ഓറഞ്ചും. അത്രയും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു സിപ്പപ്പും വാങ്ങി നമ്മൾ അവിടെ നിന്ന് പോന്നു. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ എപ്പോഴും കയറുന്ന ഒരു ചായക്കട കേട്ടോ. ഇവിടെ ഈ പരിപ്പുടയ്ക്കൊക്കെ 5 രൂപയുള്ളൂ. അപ്പോൾ നമ്മളവിടുന്ന് അത് കഴിച്ച് നേരെ പോന്നു. അപ്പോഴാണ് ഇതാ തൊട്ടപ്പുറത്ത് ഇവിടെ അയ്യപ്പന്മാർക്ക് ഭിക്ഷ കൊടുക്കുന്നത്. നമുക്കും കയറിയാൽ ഭക്ഷണമൊക്കെ കിട്ടും. നമ്മളേതായാലും കയറിയൊന്നുമില്ല. നേരെ വീട്ടിലെത്തി കുളിച്ച് റെഡിയായി നമ്മൾ മാർക്കോയ്ക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. മാർക്കോ ഒരു രക്ഷയില്ല, അമ്മാതിരി അടി ഇടിയും ഒക്കെ ആയിട്ട് സീനിലൊക്കെ നമ്മൾ കണ്ണുപൊത്തി ഇരുന്ന് പോകും കേട്ടോ. അത്രയ്ക്ക് സങ്കടമാണ്. കുട്ടികളെയൊന്നും കയറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മോളെപ്പോഴും കൊണ്ടുപോയില്ല. പക്ഷേ അവിടെ ചെറിയ 4 വയസ്സുള്ള കുട്ടികൾ വരെ വരുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഗൾഫിൽ ടിക്കറ്റ് പോലും കിട്ടില്ല കുട്ടികൾക്കൊന്നും എന്നാണ് പറയണം കേട്ടോ. പക്ഷെ നമ്മുടെ കേരളം എന്താ പറയുക, നമുക്കിവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേക്കും ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ കാപ്പിക്കൂലി മൊത്തം ഉറുമ്പാണ്. പിന്നെ ഞാൻ ഭക്ഷണമൊന്നും വേറെ ഉണ്ടാക്കിയില്ല. പേരയ്ക്ക നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൂഡല്ലൂരിൽ. അവിടുന്ന് അത് ചെറുതാക്കി കഴിച്ചു. പിന്നെ ഏട്ടന് അവിടെ ഉണ്ടാക്കി കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൊടുത്തു. ഏട്ടന് അവലും ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് കഴിച്ചു, ചായയും. പിന്നെ ഞാൻ ഈ പേരയ്ക്ക കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ മുട്ട എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മുട്ട എടുത്ത് വയ്ക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ 60 മുട്ട കേട്ടോ വാങ്ങിയത്. അത്യാവശ്യം നല്ല വലിയ മുട്ട കിട്ടും. നമ്മുടെ ഇവിടുത്തെ മാതിരി പറ്റ ചെറുതല്ല കേട്ടോ. ഇവിടെ ഉള്ളവർക്കൊക്കെ ചെറുതിന് കുറഞ്ഞ പൈസയ്ക്ക് കൊണ്ടുവന്നിട്ട് അങ്ങനെ ലാഭത്തിന് വിൽക്കുന്നതായിരിക്കും. പക്ഷെ നമുക്ക് 5 രൂപയ്ക്ക് 5 രൂപയിൽ 5.5 രൂപയ്ക്ക് നമുക്ക് വമ്പ ലാഭമാണ്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്ന താറാമുട്ടൻ ഇത്ര വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഈ ചിപ്പിലിപ്പൂളുണ്ടല്ലേ, ഈ പൂളിലിട്ടിട്ടാണ് നമുക്ക് മുട്ടയൊക്കെ തരിക. നമുക്കിത് അടുപ്പിൽ തീ കത്തിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പെട്ടെന്ന് തീ കത്തിക്കോളും. നമ്മുടെ മുട്ട ഫുള്ളൊന്നും നമ്മുടെ ഫ്രിഡ്ജിൽ കൊള്ളില്ല. ബാക്കി ഞാൻ എന്തായാലും പുറത്ത് തന്നെ വെച്ചു. പിന്നെ നമ്മൾ ബാക്കി കൊണ്ടുവന്ന മുളകും എല്ലാം കൂടി ഒന്ന് എടുത്ത് റെഡിയാക്കാനുള്ള പരിപാടി ആരംഭിച്ചു. എൻ്റെ ഫ്രണ്ടിന് കുറച്ച് കൊണ്ടു കൊടുക്കണം. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പം നമുക്ക് നല്ലൊരു സ്നാക്കോ ഫുഡോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.